ചേച്ചിയുടെ എന്റെയൊക്കെ ഒരു കാലഘട്ടത്തില് പണം അത്ര ഇമ്പോർട്ടന്റ് ഒന്നും ആയിരുന്നില്ല. അത് വിചാരിച്ചിട്ട് ഒരു ഫാമിലി ലൈഫിലേക്ക് പോയ ഒരാളാണ് ഞാൻ. അപ്പൊ എന്നെ പോലെ ഇനി ഒരാൾ അങ്ങനെ ഒരു അബദ്ധം കാണിക്കരുത് എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഞാനത് പറഞ്ഞത്. അല്ലാതെ പണം മാത്രമാണ് എല്ലാം എന്നുള്ളതല്ല. പണത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിനിപ്പോ ന്യൂജൻ കുട്ടികൾ അങ്ങനെ പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇത് അവരുടെ മിടുക്ക്. ഇന്നത്തെ സാഹചര്യത്തിൽ എന്താണോ സംഭവിക്കുന്നത് അത് മുതലെടുത്ത് അവരവരുടെ ജോലിയാണ്. ഇന്ന് എൻ്റെ ഫ്രണ്ടിന്റെ മകൻ ഗെയിമിങ്ങില് ജോലി കിട്ടി അവന് ബാംഗ്ലൂര്. അതൊരു നിസ്സാര സ്ഥലമല്ല, അതൊരു പ്രൊഫഷനാണ്. അങ്ങനെ അത് ചെയ്ത് ജോലി ചെയ്യുന്ന കുട്ടികൾ അവർ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. അത് മാനേജ്മെന്റ് സ്കിൽ. എനിക്ക് അവിടെ ഇരുന്നപ്പോഴേ വേറൊരു ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സംഭവം എൻ്റെ ലൈഫിലുണ്ടായി. കഴിഞ്ഞ ആഴ്ച ഒരു 5-6 ദിവസം മുൻപ് ഞാൻ ഷൂട്ടിന്റെ തിരക്കിലായിരുന്നു. ഞാൻ തിരിച്ചു വന്ന് ഫോണിൽ നോക്കിയപ്പോൾ ഒരു 5-8 മിസ് കോള് കിടക്കുന്നു എൻ്റെ ഫോണിൽ, സെയിം നമ്പറിൽ നിന്ന്. അപ്പൊ ഞാൻ തിരിച്ചു വിളിച്ചപ്പോ അപ്പൊ എനിക്ക് പരിചയമില്ലാത്ത ഒരാളാണ്. ഞാൻ ഫോൺ എടുത്തപ്പം എന്നോട് എന്റെ വണ്ടിയുടെ നമ്പർ പറഞ്ഞു. ഈ വണ്ടി നിങ്ങളുടെ അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ വണ്ടിയുടെ നമ്പർ എനിക്കറിയില്ലാത്തതുകൊണ്ട് ഞാൻ അപ്പൊ തന്നെ എന്റെ ഫോണിൽ നോക്കി, ഇത് തന്നെയാണോ എന്റെ വണ്ടിയുടെ നമ്പർ എന്ന്. അപ്പൊ അതെ, എന്റെ വണ്ടി തന്നെയാണ്, ബ്രൗൺ കളർ എക്കോസ്പോർട്ട്. അപ്പൊ ഞാൻ അതെ. അപ്പൊ ഉടനെ തന്നെ എന്റെ ചങ്കിൽ തീ പിടിച്ചു. കാരണം എന്റെ വണ്ടി ഞാനല്ല ഓടിക്കണേ, മറ്റു പലരുമാണ് ഓടിക്കുന്നത്. പിന്നെ ഇവന്മാര് ബെൽറ്റ് ഇടാതെ പോയോ, എവിടെയെങ്കിലും കൊണ്ടുപോയി തട്ടിയോ,